ഹലോ, എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. അങ്ങനെ രാവിലെ തന്നെ എൻ്റെ ഹസ്ബൻഡും മക്കളും പള്ളിയിൽ പോകാൻ റെഡി ആയിട്ടുള്ളതാണ്. ചെറിയ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ടുണ്ടായിന്. ആദ്യമായിട്ടാണ് ചെറിയ കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഹസ്ബൻഡും മക്കളെല്ലാം പള്ളിയിൽ പോയിട്ട് വന്ന് അപ്പോഴത്തേക്ക് ഞാൻ നല്ല ചായയും ഈത്തപ്പഴം പൊരിച്ചതും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ചായ കുടിക്കുന്നുള്ളതാണ്. ഹസ്ബൻഡ് വന്നതിന് ശേഷം നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ചായ എല്ലാം കുടിച്ച് അതിന് ശേഷം മക്കൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്ന തിരക്കിലാണ് മക്കളുടെ. ഞാൻ റെഡി ആയിട്ടുണ്ടായിട്ടാ. ഹസ്ബൻഡും മക്കളെല്ലാം നല്ല ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ പിന്നെ ഞാൻ കിച്ചണത്തെ പരിപാടിയിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ഇന്ന് ബീഫ് ഫ്രൈയും മന്തിയാണ് ഉണ്ടാക്കുന്നത്, പെരുന്നാളിന് സ്പെഷ്യലായിട്ട്. അങ്ങനെ നമ്മൾ മന്തിയും ഇതെല്ലാം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഫുഡ് അല്ലെങ്കിൽ ഞാൻ നല്ലോണം ഉണ്ടാക്കലുണ്ട്, എല്ലാവർക്കും കൊടുക്കാനും പിന്നെ നമുക്ക് ഉച്ചക്കും രാത്രിയെല്ലാം കഴിക്കാൻ പാകത്തിൽ നല്ലോണം ഉണ്ടാക്കും. ഇപ്രാവശ്യം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. എന്തെന്ന് വെച്ചാൽ ഒരു ഉമ്മാൻ്റെ അനിയത്തീൻ്റെ പെരക്കേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് ഉച്ചക്കേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ട്, ഞാൻ എപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് മന്തിയല്ല ഇന്ന് ഉണ്ടാക്കിയത്. ഞാൻ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടാണ് മന്തി ഉണ്ടാക്കിയത്. നമ്മളെ ബീഫ് ഫ്രൈ എല്ലാം ഇവിടെ സെറ്റായി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലല്ല, അപ്പോൾ ഹസ്ബൻഡ് മക്കളെയും കൂട്ടിയിട്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ പെരക്കെല്ലാം പോയിട്ടുണ്ടായിന്. പിന്നെ അങ്ങനെ മന്തീൻ്റെ റൈസെല്ലാം സെറ്റായി. അങ്ങനെ നമ്മൾ മന്തി ദമ്മിടാൻ പോകുന്നുള്ളതാണ്. ഉമ്മാൻ്റെ അനിയത്തീൻ്റെ പെരക്ക് ഉച്ചക്ക് പോകാനുള്ളതുകൊണ്ട് നമ്മൾ രാവിലെ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ട് നമ്മൾ രാവിലെ തന്നെ ഈ മന്തി കുറച്ച് ബേക്കാണ്, രാവിലെ തന്നെ മന്തി ഉണ്ടാക്കിയിട്ട് അത് ബേക്കാണ് ചെയ്തത്. പിന്നെ ഉച്ചക്ക് അവരവിടെ ഫുഡ് ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് നമ്മൾ മന്തിയെല്ലാം സെറ്റാക്കി. അപ്പോഴത്തേക്ക് പാത്രമെല്ലാം കുന്നു കൂടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം ക്ലീൻ എല്ലാം ആക്കി. പിന്നത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാ, നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാ. അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ അനിയത്തീൻ്റെ പെരക്കേക്ക് പോകുന്നുള്ളതാണ്. ഉമ്മാക്ക് 2 സിസ്റ്റർമാരാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാക്ക്. ഒരാൾ നമ്മളെ പേരൻ്റെ അടുത്ത് തന്നെയാണ്, ഒരാളെ പേര് പള്ളിക്കരയിലാണ്. അങ്ങനെ പള്ളിക്കരയിലുള്ള അനിയത്തീൻ്റെ പെരക്കേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ തന്നെ കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ നമ്മൾ ലൈമും പായസം എല്ലാം കുടിച്ച് പിന്നെ ഞാൻ അവിടെ എന്ത് ഫുഡ് ഉണ്ടാക്കിയെന്നെല്ലാം നോക്കുന്നുണ്ടായതാണ്. ഈത്തപ്പഴം കായെല്ലാം പൊരിച്ചിന്, പിന്നെ സേമിയ പായസം, നെയ്ച്ചോറ്, കച്ചമ്പർ, അച്ചാർ, പിന്നെ ബീഫ് കറി, പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിയത്. നമ്മൾ പോയതിന് ശേഷമാണ് ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായത്. എന്നാൽ ചൂടോടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്കെല്ലാം ചൂടോടെ കഴിക്കണം. അപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞ് എണീച്ച്. പിന്നെ ഞാൻ മുറ്റത്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കോയക്കേൻ്റെ വള്ളിയുണ്ട്, അത് നോക്കുന്നുണ്ടായതാണ്. അതിൽ നല്ലോണം കോയക്ക എപ്പോഴും പിടിക്കലുണ്ട്. അങ്ങനെ ഞാനവിടെ മുറ്റത്തെല്ലാം കഴിഞ്ഞിട്ട് ചുറ്റുപാടെല്ലാം നോക്കുന്നുണ്ടായതാണ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഹസ്ബൻഡ് വന്നതിൽ നല്ല ഉറങ്ങുന്നുണ്ടായതാണ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ചോറും വെച്ച് വൈകുന്നേരത്തെ ചായ എല്ലാം കുടിച്ചിട്ടാകുമ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞ് പാർക്കിൽ പോകാം. നിങ്ങളുടെ പള്ളിക്കരയിൽ വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് പാർക്ക്, അപ്പോൾ പാർക്കിൽ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പാർക്കിൽ പോകാൻ റെഡിയാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യവും പിന്നെ എൻ്റെ പെരക്കേക്കാന്ന് പോലെ പാർക്കിൽ പോക്കില്ല. പാർക്കിൽ പിറ്റേ ദിവസമാണ് പോലെ എൻ്റെ പെരക്കേക്കാന്ന് പോലെ അളാമ്മൻ്റെ അവിടെ പോയതിന് ശേഷം എൻ്റെ പെരക്കേക്ക് പോലെ. ഇപ്രാവശ്യം ഞാൻ എൻ്റെ പെരക്കേക്ക് പോയിട്ടുണ്ടായിട്ടാ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഉമ്മാൻ്റെ അനിയത്തീൻ്റെ മോളെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. അങ്ങനെ നമ്മൾ പാർക്കിലെത്തി. അപ്പോൾ ഭയങ്കര ആളുണ്ടായിന് ഗൈസ്. അതിൻ്റെ ഒരു ദിവസം മുമ്പ് നമ്മളിങ്ങനെ ജസ്റ്റ് പോയിട്ടുണ്ടായിന്, അപ്പോൾ ആളൊന്നും ഉണ്ടായിട്ട്. ഇന്ന് ഭയങ്കര പെരുന്നാളല്ലേ, അതുകൊണ്ട് നല്ല ആളും ഉണ്ടായിന്, നല്ല തിരക്കുണ്ടായിന്. എൻ്റെ മക്കൾക്കായാലും ഹസ്ബൻഡിനായാലും ഇങ്ങനെ പാർക്കിൽ ബീച്ചിൽ ഇങ്ങനത്തെ അടുത്തെല്ലാം പോകാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് പണ്ടെല്ലാം ഭയങ്കര ഇഷ്ടമായിന് പാർക്കിലെല്ലാം പോകാൻ. ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ല പാർക്കിലൊന്നും പോകാൻ. മക്കളൊരു നിർബന്ധം കൊണ്ട് പോയതാണ്.
നമ്മളൊന്നിച്ച് ഉമ്മാൻ്റെ അനിയത്തിയും വന്നിട്ടുണ്ടായിന്. പിന്നെ പിറ്റേ ദിവസം പരിപാടിയല്ലേ, അതുകൊണ്ട് നമ്മളൊന്നിച്ച് തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിന്, ഉമ്മാൻ്റെ അനിയത്തിയും നമ്മളൊന്നിച്ച്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു എന്തിലെങ്കിലും കയറാം, എനിക്ക് ഇങ്ങനത്തെ തൊട്ടിലാട്ടം ഇങ്ങനത്തെ ഐറ്റംസിലെല്ലാം കയറാൻ ഭയങ്കര പേടിയാണ്. ഹസ്ബൻഡ് കുറേ പറഞ്ഞ് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ലാസ്റ്റ് കയറിയ ഇത് ഒരു ട്രെയിൻ പോലത്തെ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ് ഇങ്ങനത്തേനെല്ലാം കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവത്തിൽ മാത്രമേ കയറിയിട്ടുണ്ടായിട്ടു. അങ്ങനെ മക്കളോട് കുറേ ഹസ്ബൻഡ് പറഞ്ഞ് കുതിരേൻ്റെ മുകളിൽ കയറ്റാന്ന്, കുതിരയല്ല സോറി ഒട്ടകത്തിൻ്റെ മുകളിൽ കയറ്റാന്ന്. അങ്ങനെ മക്കൾക്ക് ഭയങ്കര, വലിയ മോനിക്ക് നല്ല ഇഷ്ടമുണ്ടായിന്. അപ്പം ചെറിയ രണ്ടാമത്തെ മോള് പറഞ്ഞ് കയറുന്നില്ല പേടിയാന്ന്. നമ്മൊരു വൈകുന്നേരം ടൈമിന് പോയതുകൊണ്ട് നല്ല ഉണ്ടായിന് ഗൈസ് കാണാൻ. നല്ല നമ്മൊരു 5 മണി 6 മണി അങ്ങനത്തെ ഒരു ടൈമിനാണ് പോയിട്ടുണ്ടായത്. അതിനോട് അധികം വെയിലൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ മക്കളോട് പിന്നെ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറാൻ കുറേ പറഞ്ഞു, അവർ കയറുന്നില്ല. അത് കാണുമ്പോൾ തന്നെ പേടിയാണെന്ന് പറയുന്നു എൻ്റെ മോള്. വേറെ എന്തെല്ലോ ഇതിൽ കയറിന്, അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ട്. നമ്മൾ കയറിയത് ഈ ട്രെയിനിലാണ്. അതിൽ വലിയ ആൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും കയറാം. അങ്ങനത്തെ ഒരു ട്രെയിൻ പോലത്തെ ഒരു സംഭവം. എന്നിട്ട് അതിലെല്ലാം കയറി നമ്മൾ എല്ലാവരും കയറിയിട്ടുണ്ടായിന് അതിൽ. പിന്നെ മക്കൾക്ക് കളിക്കാൻ പറ്റിയ എന്തെല്ലോ സംഭവം ഉണ്ടായിന്. പിന്നെ അതിലെല്ലാം കളിക്കാൻ പോയി. നമ്മൾ കുറേ സമയം അടി ഇരുന്നിട്ട് അവർ കളിക്കുന്നെല്ലാം നോക്കുന്നുണ്ടായതാണ്. പിന്നെ ഞാൻ പോയിട്ട് ഐസ്ക്രീമെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ ഐസ്ക്രീമെല്ലാം കഴിച്ചപ്പോഴത്തേക്ക് കുറേ സമയം ലേറ്റായിന്. ഒരു 7 മണീൻ്റെ അടുത്താവാനായിന് ടൈം. പിന്നെ അപ്പം എൻ്റെ ഉപ്പയും ഉമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേഗം പുരക്കേക്ക് പോകാമെന്ന്. എന്നിട്ട് അങ്ങനെ നമ്മൾ നേരെ പാർക്കിൽ നിന്ന് നേരെ പോയത് ഉമ്മാൻ്റെ രണ്ടാമത്തെ അനിയത്തിൻ്റെ പുരക്കേക്കാണ്. ആടെ പോയിട്ടുണ്ടായിട്ടല്ല പെരുന്നാളായിട്ട്, അതുകൊണ്ട് ആടെല്ലാം പോയി. അപ്പോഴത്തേക്ക് എൻ്റെ ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ നേരെ പുരക്കേക്ക് പോയി. നമ്മൾ വരുന്നതിനേക്കാളും മുമ്പ് ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ വേഗം വന്നിട്ട് അവർക്ക് ഒന്നും ഉണ്ടായിട്ട് അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചെടുത്ത്. അവരവിടെ നമ്മൊന്നും പോകാത്തതുകൊണ്ട് അവർ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിട്ട. അവർക്കെല്ലാം ഉള്ള ഫുഡ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അങ്ങനെ വേഗം പൈനാപ്പിൾ ജ്യൂസ് അടിച്ചെടുത്ത്. പിന്നെ എന്താക്കി, ഞാൻ ഫുഡെല്ലാം സെറ്റാക്കി. മൈനസെല്ലാം മക്കൾ കൂട്ടിയിട്ട് തീർത്തിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ ആദ്യം പോയിട്ട് മൈനസും സാലഡെല്ലാം ആക്കി. നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ച്. പിന്നെ എല്ലാവരും ഭയങ്കര ബിസി ആക്കല്ലാന്ന്. അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.